എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ക്യാപ്റ്റൻ ഐസനും കെന്നും അവർ രണ്ടുപേരും ഇപ്പൊ ടെലിപ്പോർട്ട് ചെയ്ത് റാഞ്ചിയുടെയും റുക്കയുടെ അടുത്തേക്ക് വരികയാണ്. അവരെ കാണുമ്പോൾ തന്നെ ഇപ്പൊ നമ്മുടെ റാഞ്ചിയും റുക്കയും അവർ ഷോക്കാവും. ഐസൻ ആണെങ്കിൽ റാഞ്ചിയോട് പറയും, എനിക്ക് റുക്കയെ ആവശ്യമുണ്ട്, അവളുടെ ബോഡിയിൽ ഒരു സീക്രട്ട് ഒളിഞ്ഞിരിപ്പുണ്ട്, അതെനിക്ക് വേണം. സോ മര്യാദയ്ക്ക് അവളെ എനിക്ക് വിട്ടുതരണം. അവളെ എനിക്ക് കിട്ടാനാണ് ഞാൻ ഈ ഡ്രാമ എല്ലാം തന്നെ കാട്ടിക്കൂട്ടിയത്. അവളെ നീ എനിക്ക് തരാൻ തയ്യാറല്ല എങ്കിൽ തീർച്ചയായിട്ടും നീ മരിക്കാൻ തയ്യാറാവുന്നതാണ്. നീ എത്രയും വേഗം മരിക്കാൻ തയ്യാറാവുന്നതാണ് നിനക്ക് നല്ലത്. അത് കേട്ട് നമ്മുടെ റാഞ്ചി അവൻ ഷോക്കായി പുറകിലേക്ക് മാറും. കട്ട് ചെയ്ത കോർട്ടില് ക്യാപ്റ്റൻ ഉനാഹനെയും അവളുടെ ലൂട്ടനന്റും അവർ രണ്ടുപേരും എന്തൊക്കെയോ ചില ടെക്നിക്സ് അതവിടെ ഉപയോഗിക്കുകയാണ്. ആ ടെക്നിക്സിന്റെ ഭാഗമായിട്ട് ഇപ്പൊ പോർട്ടൽ പോലെ എന്തോ ഒന്ന് അവിടെ ക്രിയേറ്റ് ആയിട്ട് വരും. ആ ഒരു പോർട്ടൽ വഴി സോൾ സൊസൈറ്റിയിലുള്ള എല്ലാ ഭാഗങ്ങളിലേക്കും അവര് ഇൻഫർമേഷൻ പാസ് ചെയ്യാണ്. ക്യാപ്റ്റൻ ഐസൻ അദ്ദേഹം മരിച്ചിട്ടില്ല, ആളാണ് ഇതിന്റെ എല്ലാം പിന്നില്. സൊസൈറ്റി കോർട്ടിലുണ്ടായിരുന്ന എല്ലാ ജഡ്ജിമാരെയും അദ്ദേഹം കൊന്നു. മാത്രമല്ല മോമോ അവളും കൊല്ലപ്പെട്ട് കഴിഞ്ഞു. ഇത്രയും വേഗം എന്തെങ്കിലും ചെയ്തിട്ടില്ല എങ്കിൽ സോൾ സൊസൈറ്റി തന്നെ ക്യാപ്റ്റൻ ഐസൻ ആള് നശിപ്പിക്കും. ഈ കാര്യങ്ങളെല്ലാം കേട്ട് ഓരോ ഭാഗത്തുണ്ടായിരുന്ന സോൾ റീപ്പർ ക്യാപ്റ്റൻസും സോൾ റിപ്പേഴ്സും അവരെല്ലാവരും ഷോക്കാവുകയാണ്. എങ്ങനെയൊരു ട്വിസ്റ്റും ക്യാപ്റ്റൻ ഐസന്റെ ഭാഗത്ത് നിന്ന് എങ്ങനെയൊരു ക്രൂവൽ മെന്റാലിറ്റിയും ആരും തന്നെ പ്രതീക്ഷിച്ചതല്ല. എല്ലാ സോൾ റിപ്പേഴ്സിനും ഇപ്പൊ കാര്യം മനസ്സിലാവും. ഇതിന്റെ എല്ലാം പിന്നിൽ സാക്ഷാൽ ഐസനാണ്. മാത്രമല്ല റുക്കയുടെ എക്സിക്യൂഷൻ അത് നടത്താനായിട്ട് ഇത്രയും ചരട് വലിച്ചത് സാക്ഷാൽ ഐസൻ തന്നെ. അവിടെ ഉണ്ടായിരുന്ന ജഡ്ജസിനെ എല്ലാം അവൻ കൊന്നുകളയും. റുക്കയിൽ നിന്ന് അവൻ ആവശ്യമായിട്ടുള്ള എന്തോ ഒന്ന് അവൻ എടുക്കണം. അതിനുവേണ്ടിയാണ് ഇതെല്ലാം ചെയ്യുന്നത്. സോ ഇനി ഒന്നും നോക്കാനില്ല, എത്രയും വേഗം ക്യാപ്റ്റൻ ഐസനെ ആളെ കണ്ടെത്തണമെന്ന് പറഞ്ഞ് ഓരോരുത്തരും ഐസനെ അന്വേഷിച്ചു പോകും. കട്ട് ചെയ്ത ഇവിടെ സാക്ഷാൽ ഐസൻ അവനാണെങ്കിൽ റാഞ്ചിയെ പിടിച്ചു വലിച്ച് അറ്റാക്ക് ചെയ്യാണ്. പക്ഷെ റാഞ്ചി ആണെങ്കിൽ ഒരുപാട് പരിക്കുകൾ പറ്റിയിട്ടുണ്ടെങ്കിലും റുക്കയെ അവന്റെ കയ്യിലേക്ക് വിട്ടുകൊടുക്കാതെ അങ്ങനെ തെന്നി മാറിക്കൊണ്ടേയിരിക്കും. ഐസൻ ആണെങ്കിൽ തീർത്ത് പറയും, നീ മര്യാദയ്ക്ക് അവളെ ഞങ്ങൾക്ക് വിട്ടുതരുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ നിന്നെ ഇഞ്ചിഞ്ചായിട്ട് ഞങ്ങൾ കൊന്നു തള്ളും. ഓൾറെഡി ഈ സോൾ സൊസൈറ്റിയിലുള്ള ഒരുപാട് പേരെ ഞങ്ങൾ കൊന്നു കഴിഞ്ഞു. സോ നിന്നെ കൊല്ലാനായിട്ട് ഞങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. പക്ഷേ റാഞ്ചി ആണെങ്കിൽ അപ്പോഴും പേടിക്കാൻ തയ്യാറാവാതെ അവന്റെ സമ്പത്തുകളുടെ ഫസ്റ്റ് ഫോം അത് റിലീസ് ചെയ്ത് ഐസനുമായിട്ട് പൊരിഞ്ഞ ഫൈറ്റ്. റാഞ്ചി ആണെങ്കിൽ തലങ്ങും വിലങ്ങും ഐസനെ അറ്റാക്ക് ചെയ്തിട്ടും ഐസൻ ആണെങ്കിൽ ഒരു പോറൽ പോലും ഏൽക്കില്ല. കാരണം സോൾ റീപ്പർ ക്യാപ്റ്റൻസിൽ വെച്ച് ഏറ്റവും പവർഫുൾ ആയ ക്യാപ്റ്റനാണ് സാക്ഷാൽ ഐസൻ. ഐസൻ ആണെങ്കിൽ സിമ്പിൾ ആയിട്ട് റാഞ്ചിയുടെ അറ്റാക്ക് എല്ലാം തന്നെ പ്രിവെന്റ് ചെയ്ത് ഐസന്റെ സ്ക്വാഡ് ഉപയോഗിച്ച് റാഞ്ചിയുടെ സ്ക്വാഡ് അതങ്ങനെ ലോക്ക് ചെയ്ത് പിടിക്കുകയാണ്. റാഞ്ചിക്കാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അവന്റെ പവർ അത് റിലീസ് ചെയ്യണമെങ്കിൽ അവന്റെ സമ്പത്തും ആവശ്യമാണ്. ആ സമ്പത്തു ഇപ്പോ ക്യാപ്റ്റൻ ഐസൻ ആണെങ്കിൽ ഈസി ആയിട്ട് ലോക്ക് ചെയ്ത് കഴിഞ്ഞു. ഐസൻ ഞൊട്ടിയടയില് ഇപ്പൊ അവന്റെ സ്ക്വാഡ് അത് തവിട് പൊടിയാക്കി കളയും. അതിനുശേഷം റാഞ്ചിയോട് പറയും, റാഞ്ചി ഞാൻ നിന്നെയും കേരയും മോമോയും നിങ്ങൾ 3 പേരെയും നിങ്ങളുടെ സോൾ സൊസൈറ്റിയിലെ ട്രെയിനിങ് എല്ലാം കഴിഞ്ഞ് എൻ്റെ ടീമിലേക്ക് ആഡ് ചെയ്തത് പപ്പടിനെ പോലെ നിങ്ങളെ 3 പേരെ യൂസ് ചെയ്യാനാണ്. അതുവരെ എൻ്റെ പ്ലാനുകൾ അത് കറക്റ്റായിട്ട് മുൻപോട്ടേക്ക് പോയി. എൻ്റെ പ്ലാൻസ് അനുസരിച്ച് പപ്പടികളെ പോലെ നിങ്ങൾ എനാക്ട് ചെയ്തു. എന്നെ എതിർക്കാൻ ഞാൻ ആരെ അനുവദിക്കില്ലെന്ന് പറഞ്ഞ് അവൻ സ്ക്വാഡ് എടുത്ത് റാഞ്ചിക്ക് നേരെ ആഞ്ഞു വീശും. അടുത്ത മൊമെന്റില് ഹീറോ ഇച്ചിഗി അവൻ അവിടേക്ക് വന്ന് അവന്റെ സ്ക്വാഡ് അങ്ങനെ ബ്ലോക്ക് ചെയ്യാണ്. അതിനുശേഷം അവൻ റാഞ്ചിയോട് പറയും, യു ആർ അൺബിലീവബിൾ, നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ എവിടെ നിൽക്കാൻ പാടില്ല, അവളുമായിട്ട് സേഫ് ഡിസ്റ്റൻസിലേക്ക് ഓടി മുൻപോട്ടേക്ക് പോണെന്ന്, എന്നിട്ട് നീ എന്തുകൊണ്ട് ഇവിടെ ഫൈറ്റ് ചെയ്യാനായിട്ട് അങ്ങനെ വെയിറ്റ് ചെയ്തു. അത് കേട്ട് റാഞ്ചി അവനങ്ങനെ തല താഴ്ത്തി നിൽക്കും. അതിനുശേഷം അവൻ ഹീറോയോട് പറയും, ആക്ച്വലി നമുക്ക് ഒരുപാട് ദൂരം ഇവരുടെ കണ്ണ് വെട്ടിച്ചോടാൻ കഴിയില്ല, ഇവരെ ഫൈറ്റ് ചെയ്ത് തോൽപ്പിച്ചാൽ മാത്രമേ നമുക്ക് റുക്കയായിട്ട് രക്ഷപ്പെടാൻ പറ്റൂന്ന് പറഞ്ഞ് ഇപ്പൊ ഹീറോയും റാഞ്ചിയും അവർ രണ്ടുപേരും ഐസനുമായിട്ട് പൊരിഞ്ഞ പോരാട്ടം. ഇതിന്റെ ഇടയിൽ ഐസൻ ആണെങ്കിൽ ഒരു വിരലുകൊണ്ട് ഇച്ചിഗോയുടെ സ്ക്വാഡ് അങ്ങനെ തടഞ്ഞു നിർത്തുകയാണ്. അതിനുശേഷം ഇച്ചിഗോയുടെ ബോഡിയിൽ അവൻ ആഞ്ഞു വെട്ടും. ചോര തുളുമ്പി ഇച്ചിഗോ അങ്ങനെ വേദനയിൽ പൊളഞ്ഞു നിൽക്കും. ഐസന്റെ അറ്റാക്ക് അത് കാണുമ്പോൾ തന്നെ ഹീറോയ്ക്ക് മനസ്സിലാവും, അവൻ മറ്റുള്ള ക്യാപ്റ്റൻസിനെ പോലെയല്ല, അവന് നല്ല പവറുണ്ട്. മാത്രമല്ല അവന്റെ തന്ത്രങ്ങൾക്ക് മുൻപിൽ ആർക്കും അത്ര പെട്ടെന്ന് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ഇവിടെ ഐസൻ ആളുടെ സമ്പത്ത് ഉപയോഗിച്ച് ഹീറോയെ വെട്ടി പരിക്കേൽപ്പിച്ച് റാഞ്ചിക്ക് നേരെ തിരിയും. റാഞ്ചി എന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപ് അവനെയും ഒരുപാട് കൂട്ടലായിട്ട് അറ്റാക്ക് ചെയ്ത് ഇപ്പൊ സ്ട്രെയിറ്റ്
റുക്കയുടെ അടുത്തേക്ക് വരികയാണ്. അവൻ റുക്കയോട് പറയും, ഇച്ചിക്കോയ്ക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഇത്രയും കഷ്ടപ്പെട്ട് അവൻ അവന്റെ സ്ട്രെങ്ത് ഒക്കെ എൻഹാൻസ് ചെയ്ത് നിനക്ക് വേണ്ടി ഇവിടം വരെ എത്തിയത്. അതൊരിക്കലും ഒരു നിസ്സാര കാര്യമല്ല. ഐ അപ്രിഷിയേറ്റ് ദാറ്റ്. പക്ഷേ നിന്നെ രക്ഷിക്കാൻ അവനെ കൊണ്ട് കഴിയില്ല. അവൻ ഓൾറെഡി സൊസൈറ്റിയുടെ കയ്യിൽ നിന്ന് നിന്നെ രക്ഷിച്ചു. പക്ഷെ എന്റെ കയ്യിൽ നിന്ന് നിന്നെ രക്ഷിക്കാൻ അവനെ കൊണ്ടെന്നല്ല ആര് വിചാരിച്ചാലും സാധിക്കില്ല എന്ന് പറഞ്ഞ് ഐസൻ ആണെങ്കിൽ അവളുടെ മുഖത്ത് അങ്ങനെ തലോടുകയാണ്. റുക്കിക്കാണെങ്കിൽ അവളുടെ പേടി അതങ്ങനെ കൂടി കൂടി വരും. ഹാർട്ട് ബീറ്റ് ഒക്കെ കൂടി എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ അവൾ നിസ്സഹായായി ഇപ്പൊ നമ്മുടെ ഇച്ചിക്കോയെ നോക്കും. അതിനുശേഷം ഐസോ ക്യാപ്റ്റൻ ആളങ്ങനെ ഹീറോയ്ക്ക് നേരെ തിരിയും. സത്യത്തില് നിങ്ങൾ ഇവിടേക്ക് വരുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. നിങ്ങൾ എൻട്രൻസിലേക്ക് എത്തിയപ്പോൾ തന്നെ അവിടേക്ക് കിന്നിനെ അയച്ചത് അത് ഞാനാണ്. എൻട്രൻസ് ക്ലോസ് ആയതിനു ശേഷം നിങ്ങൾ സോൾ സൊസൈറ്റിയിലേക്ക് ഫൊക്കാഗുവിന്റെ സഹായത്താൽ എത്തുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. ഞാൻ കരുതിയതുപോലെ തന്നെ നിങ്ങൾ ട്രെയിനിങ് ഒക്കെ എടുത്ത് ഫൊക്കാഗുവിന്റെയും അവളുടെ ബ്രദറിന്റെയും സഹായത്തിൽ നിങ്ങൾ ഇവിടേക്ക് എത്തി. അതിനുശേഷം ഞാൻ കൊല്ലപ്പെട്ട ചില ഡ്രാമകളൊക്കെ ഇവിടെ പ്ലേ ചെയ്തു. സോ എന്റെ കൊലപാതകവും നിങ്ങളുടെ ഇവിടേക്കുള്ള വരവും അതെല്ലാം തന്നെ സോൾ സൊസൈറ്റിയിലുള്ളവരെ കൺഫ്യൂസ്ഡ് ആക്കി. ശ്രദ്ധ അത് നിങ്ങൾക്ക് നേരെ തിരിഞ്ഞ അതേ സമയം ഞാൻ എന്റെ ജോലി അത് ചെയ്യാനായിട്ട് ആരംഭിച്ചു. ഹീറോ ആണെങ്കിൽ അവൻ പറയുന്ന കാര്യങ്ങളെല്ലാം കേട്ട് അങ്ങനെ ഞെട്ടുകയാണ്. ഐസൻ വീണ്ടും പറയും, നിനക്ക് തോന്നുന്നുണ്ടോ സാക്ഷാൽ ഉറഹറ അവൻ റുക്കിയെ രക്ഷിക്കാനായിട്ട് നിങ്ങളെ ഇവിടേക്ക് പറഞ്ഞയക്കുമെന്ന്? നിങ്ങളോട് ചെയ്തതെല്ലാം ഉറഹറയുടെ വെറും ഡ്രാമ മാത്രമായിരുന്നു. അവന് റുക്കിയെ റിട്രീവ് ചെയ്യണം. അതിനുവേണ്ടിയാണ് അവൻ ഇത്രയും വലിയ മാസ്റ്റർ പ്ലാനൊക്കെ ക്രിയേറ്റ് ചെയ്ത് നിങ്ങളെ ഇവിടേക്ക് അയച്ചത്. അതൊന്നും തിരിച്ചറിയാതെ മണ്ടന്മാരായി നിങ്ങൾ ഇവിടെ എത്തി. ഹീറോയ്ക്കാണെങ്കിൽ ഇത് കേട്ടൊന്നും മനസ്സിലാവില്ല. അവനാണെങ്കിൽ അങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുകയാണ്. ഐസൻ ആണെങ്കിൽ ഹീറോയെ തന്നെ നോക്കും. ആക്ച്വലി ചില സോൾ റീപ്പേഴ്സിന് അവരുടെ പവർ എൻഹാൻസ് ചെയ്യാനായിട്ട് കഴിയില്ല. ഇനി ആർക്കെങ്കിലും അവരുടെ പവർ അത് കൂടുതലാക്കി കൂട്ടണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ അവരുടെ ലിമിറ്റ് അത് അവർ ബ്രേക്ക് ചെയ്തേ പറ്റൂ. അതൊരു ചെറിയ പ്രോസസ് അല്ല, വളരെ ഹാർഡായിട്ടുള്ള പ്രോസസ്സാണ്. 2 ഹോലോയെ ഡിഫ്യൂസ് ചെയ്ത് നശിപ്പിച്ച് കളയണം. എങ്കിൽ മാത്രമേ അവർക്ക് അവരുടെ പവർ അതങ്ങനെ പതിയെ പതിയെ ഇൻക്രീസ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് കഴിയൂ. ആക്ച്വലി നിനക്കൊരു കാര്യം അറിയോ, ഞാൻ ഒരുപാട് എക്സ്പെരിമെന്റ് ഇതിനു മുൻപ് നടത്തിയിട്ടുണ്ട്. ഒരേറെ കൊണ്ട് മാത്രമാണ് പവർഫുള്ളായ 2 ഹോളോസിനെ അറ്റ് എ ടൈം തകർക്കാൻ കഴിഞ്ഞത്. മാത്രമല്ല അവനൊരു ക്രിസ്റ്റൽ പവർ അതെല്ലാവർക്കും മുൻപിൽ വെച്ച് ക്രിയേറ്റ് ചെയ്തിരുന്നു. അതിനുശേഷം വളരെയധികം പവർഫുള്ളായ ഹോക്യോക്യു അവനെ തകർക്കാനായിട്ട് ഉറഹറ തയ്യാറായി. അതിനെ ഒരിക്കലും വളരെ എളുപ്പത്തിൽ ആർക്കും തന്നെ തകർക്കാനായിട്ട് കഴിയില്ല. പക്ഷെ ഉറഹറയാണെങ്കിൽ ആ തീരുമാനം എടുത്ത് അതിനെ തകർക്കാൻ തയ്യാറായി. പക്ഷെ ഉറഹറയെ കൊണ്ട് അതിനെ നശിപ്പിക്കാനായില്ല. ഉറഹറ അതിനെ ലോക്ക് ചെയ്ത് ഒരു സോൾ റിപ്പറിന്റെ ബോഡിയിൽ ഹീൽ ചെയ്തു. ആരും അറിയാതെ അതിനെ ഒളിപ്പിച്ചു വെച്ചു. അവൻ ഒളിപ്പിച്ചു വെച്ച ആ ഒരു സോൾ റിപ്പർ അത് മറ്റാരുമല്ല, സാക്ഷാൽ റുഖിയയാണ്. അവൻ അതുകൊണ്ടാണ് വീണ്ടും റുഖിയെ വീണ്ടു കിട്ടാൻ ഇതെല്ലാം തന്നെ ചെയ്യുന്നത്. പക്ഷേ അവൻ ഒരു കാര്യം മറന്നുപോയി. ഞാനും അവനെപ്പോലെ തന്നെ ഒരു ജീനിയസാണ്, ഒരു നല്ല സയന്റിസ്റ്റാണ്. അവൻ്റെ ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും അതൊരു കാരണവശാലും നടക്കാൻ പോകുന്നില്ല എന്നവൻ പറയുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.